നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ അക്ഷര വെളിച്ചം തൂങ്ങി നിൽക്കുകയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ കാവുങ്കൽ ഗ്രന്ഥശാല. ആ ഗ്രാമത്തിൻ്റെ തണലാണ് ഈ കാവുങ്കൽ ഗ്രന്ഥശാല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സചേതനമായ ഇടപെടലുകൾ വഴി അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ, ജീവിതം സുഗമമാക്കാൻ ഒരു ഗ്രന്ഥശാലയ്ക്ക് കഴിയുന്നത്? ആ കഥ പറഞ്ഞു തരികയാണ് കാവുങ്കൽ ഗ്രന്ഥശാല ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ. കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ക്ഷീരകർഷകരുടെയും ഗ്രാമമായ കാവുങ്കൽ. ഓരോ നാടിനും ഓജസ്സും തേജസ്സും പകരാൻ സ്വന്തമെന്ന് പറയാൻ എന്തെങ്കിലും ഒന്നുണ്ടാവും. ചിലപ്പോൾ അതൊരു പുഴയായിരിക്കും, ചിലപ്പോൾ ആരാധനാലയമായിരിക്കും, ചിലപ്പോൾ അതൊരു സ്ഥാപനമായിരിക്കും, മറ്റു ചിലപ്പോൾ വ്യക്തികളായിരിക്കും. ആലപ്പുഴ മണ്ണഞ്ചേരിക്കടുത്ത കാവുങ്കൽ ഗ്രാമത്തിന് അങ്ങനെയൊന്നാണ് അവിടുത്തെ ഗ്രാമീണ ഗ്രന്ഥശാല. അറുപത്തിയഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ഗ്രന്ഥശാല ഇന്ന് കാവുങ്കൽ ഗ്രാമത്തിൻ്റെ ജീവനാഡിയാണ്. ലൈബ്രറി കൗൺസിലിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന എ ഗ്രേഡ് ഗ്രന്ഥശാലയാണ് കാവുങ്കലിലേത്. കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും മാത്രം ഉണ്ടായിരുന്ന ഈ കാവുങ്കൽ ഗ്രാമത്തിൽ 1960 കാവുങ്കൽ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. ഗ്രന്ഥശാല ഏറ്റെടുത്ത വലിയൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 80കളിൽ ഈ കാവുങ്കൽ നാട് കേന്ദ്രീകരിച്ചുകൊണ്ട്, നമ്മുടെ ഗ്രന്ഥശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും അന്നത്തെ പത്ര വാർത്തകൾ അതിന് അധിഷ്ഠിതമായിട്ട് അതിൻ്റെ ഒരു വിശകലനം നടത്തിക്കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഗ്രന്ഥശാലയിൽ കേന്ദ്രീകരിച്ച് അവരെ ഒരു പഠനം PSC എന്ന് പറയുന്ന തലത്തിലേക്ക്, സർക്കാർ സർവീസിലേക്ക് വരത്തക്ക തരത്തിൽ ഒരു കൂട്ടായ പഠനം, ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രന്ഥശാലയിൽ ആരംഭിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് സർക്കാർ സർവീസിലെ വിവിധ മേഖലകളിൽ ആ സർവീസിലേക്ക് നിരവധി ചെറുപ്പക്കാർ പ്രവേശിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഗ്രന്ഥശാലയിൽ കാണുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ നിലയിൽ ഗ്രന്ഥശാലയിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ബാച്ചുകളിലായിട്ട് ഏകദേശം 180ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നു. അത് ഡേ ബാച്ച്, 2 ഡേ ബാച്ച്, അതേപോലെ തന്നെ 2 നൈറ്റ് ബാച്ചുകൾ. ഇതിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ അടുത്ത അവസ്ഥയിൽ ഭൂരിഭാഗവും വനിതകളാണ്. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ നിലനിൽപ്പ് അവൻ്റെ തൊഴിലിൻ്റെ കരുത്തിലാണ്. ഗ്രന്ഥശാലയിൽ വായിക്കാനായി ഒത്തുചേർന്നവർ വായന നൽകിയ അറിവിനൊപ്പം മൂല്യവർദ്ധിതമായ മറ്റൊന്നുകൂടി ഉണ്ടാക്കി: സർക്കാർ ജോലി. കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും മാത്രം ഉണ്ടായിരുന്ന ഈ കാവുങ്കൽ ഗ്രാമം അവരുടെ കർഷക തൊഴിലാളി മക്കളായിട്ട് വളർന്നു വന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്നു. ഇപ്പോൾ ആ മക്കളെല്ലാം ഏകദേശം എല്ലാ വീടുകളിലും 1-2 സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തലമുറ വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ എന്നുള്ള രീതിയിലാണ് കാവുങ്കൽ നിവാസികൾ വളർന്നു വന്നത്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ ആ മക്കളെ അതിൻ്റെ ഉന്നതിയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സിവിൽ സർവീസ് പോലുള്ള ഇതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇൻ്റലക്റ്റ് ഹബ്ബ് എന്നുള്ള രീതിയിലൊരു കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. വായനശാലയിൽ നിന്ന് ലഭിച്ച പരിശീലനം വഴി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ആയിരക്കണക്കിന് ആളുകളാണ് കാവുങ്കൽ ഗ്രാമത്തിൽ നിന്ന് സർക്കാർ സർവീസിൽ പ്രവേശിച്ചത്. അറിവിൻ്റെ വെളിച്ചം നിറച്ച് ചുറ്റുമുള്ളവരുടെ തലവര മാറ്റി എഴുതുകയാണ് വായനശാല. അപ്പോൾ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊന്നി നിൽക്കുന്നത് അക്കാഡമിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വേറെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. 2003 നമ്മളിവിടെ അക്ഷരക്കൂട്ടം ബാലവേദി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും നമ്മൾ ഗ്രന്ഥശാല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കും, 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കും. അപ്പോൾ അത് തുടർന്ന് വന്ന കാലയളവിൽ 2016 നമ്മുടെ പ്രവർത്തന പരിധിയിലുള്ള 4 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 4 ബാലസഭകൾ രൂപീകരിക്കുകയും ബാലവേദിയുടെ കീഴിൽ തന്നെ 4 അയൽക്കൂട്ടങ്ങളായിട്ട് രൂപീകരിക്കുകയും ഏകദേശം LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 40 മുതൽ 50 വരെയുള്ള കൊച്ചുകുട്ടികളെ ചേർത്തുകൊണ്ട് 4 വാർഡുകളായിട്ട് 4 ബാലസഭകൾ രൂപീകരിച്ചു. വായനശാല സ്ഥിതി ചെയ്യുന്ന കാവുങ്കലിലെ 2, 3, 20 വാർഡുകളിൽ ഒരു വീട്ടിൽ ഇന്ന് ഒരു സർക്കാർ ജീവനക്കാരനെങ്കിലുമുണ്ട്. 2025 കാലയളവിൽ കഴിഞ്ഞ മാസം വരെ സർവീസിൽ പ്രവേശിച്ച 5 പേര്
അത് 5 പേരും വനിതകളാണ് എന്നുള്ളതാണ് ഗ്രന്ഥശാലയുടെ ഒരു നേട്ടമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അത് ഫിസിക്കൽ ഇത് ആവശ്യമില്ലാത്ത സർവീസുകളിലാണ് കൂടുതലും പ്രവേശിച്ചത്. LDC അതേപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലാണ് കൂടുതലും പേരും പ്രവേശിച്ചിട്ടുള്ളത്. ഈ ദ്രവ്യനാമത്തെ 4ആയിട്ട് തിരിച്ചു. അതേതൊക്കെയാണ്? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സമൂഹനാമം. ഗ്രന്ഥശാലയിൽ 1996 മുതൽ ആരംഭിച്ച PSC പരീക്ഷാ പരിശീലന ക്ലാസുകൾ സർക്കാർ ജോലി എന്ന സ്വപ്നം നാട്ടുകാർക്ക് കൈക്കുമ്പിളിൽ വെച്ച് നൽകി. അതോടെ ഗ്രന്ഥശാല നാടിൻ്റെ ആശ്വാസ തീരമായി മാറുകയായിരുന്നു. ഇപ്പോൾ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ ഇവിടെ പരിശീലനത്തിനെത്തുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെയും തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നൈറ്റ് ബാച്ചും ശനിയാഴ്ച പരീക്ഷയും നടത്തുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പഠിത്തമൊക്കെ നിർത്തി വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഞാൻ ഇവിടെ കോച്ചിങ്ങിന് വന്നതിന് ശേഷം ഇവിടുത്തെ അധ്യാപകരെന്ന കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും എന്ന് തോന്നി പഠിക്കാൻ തുടങ്ങിയതും. ഇവിടുത്തെ അധ്യാപകർ സ്ഥിരമായിട്ട് നടത്തുന്ന പരീക്ഷയിലും എല്ലാം അറ്റൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പഠിച്ച് ജോലി വാങ്ങിക്കാൻ സാധിച്ചത്. ഇപ്പം ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ LGS ആയി ജോലി ചെയ്യുന്നു. PSC പരീക്ഷാ പരിശീലനം ഒരു തുടക്കം മാത്രമായിരുന്നു. ഇന്ന് കാവുങ്കൽ ഗ്രന്ഥശാല വായിക്കാൻ ഒരു ഇടമെന്നതിനപ്പുറം നാളെയിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്. ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്. പുസ്തക വിതരണത്തിനും വായനയ്ക്കുമപ്പുറം വായനശാല ഏറ്റെടുത്ത സാമൂഹ്യ ദൗത്യങ്ങൾ ചെറുതല്ല. 2020 കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ ഈ മണ്ണഞ്ചേരിയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന പെരുന്തുരുത്ത് പാടശേഖരത്തിൽ ഒരു 7.5 ഏക്കർ സ്ഥലത്താണ് ആദ്യമായി നമ്മൾ നെൽകൃഷി ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാരവാഹികളെല്ലാവരും ചേർന്ന് ഒരു കർഷക സമിതി എന്ന രീതിയിൽ രൂപീകരിച്ചു. ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങി ഈ നെൽകൃഷിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്ത ഞങ്ങൾ നമ്മുടെ ഈ നാട്ടിലെ കർഷക തൊഴിലാളികളായിട്ടുള്ള അമ്മമാരുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം സഹായത്തോടു കൂടി അവരുടെ എല്ലാം നിർദ്ദേശാനുസരണം നമ്മൾ പെരുന്തുരുത്ത് കരിയിൽ നെൽകൃഷി ആരംഭിക്കുന്നു. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രാമീണ കർഷക കൂട്ടവും ജൈവ പച്ചക്കറി വിപണന കേന്ദ്രവും ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ തുടങ്ങി. അപ്പോൾ ജൈവ പച്ചക്കറി ഉണ്ടായാൽ നമ്മുടെ നാട്ടിലത് ഏത് പച്ചക്കറിയാണെങ്കിലും അതിൻ്റെ വിപണനം ഒരു പ്രധാന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രന്ഥശാലയുടെ ഗ്രൗണ്ടിൽ ഒരു സ്റ്റാൾ ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മൾ മുളയും മറ്റ് ജൈവ ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ഒരു സ്റ്റാളാണ് ആരംഭിച്ചത്. ആ സ്റ്റാളിലൂടെ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികൾ വിൽക്കുന്നതിനുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനം ആദ്യം ആരംഭിച്ചു. ശേഷം നമ്മൾ തന്നെ ഒരു 2.5 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറികൾ നടുന്നതിനും അത് നമ്മുടെ സ്റ്റാൾ വഴി വിൽക്കുന്നതിനും അങ്ങനെ മാർക്കറ്റിംഗ് സംവിധാനം ആദ്യം ആരംഭിച്ചു. അതിനുശേഷം ജൈവ പച്ചക്കറിക്ക് ഒരു തോട്ടമുണ്ടാക്കി 2.5 ഏക്കറിൽ വിവിധങ്ങളായ പച്ചക്കറികൾ നമ്മുടെ കഞ്ഞിക്കുഴിയിലുള്ള ശുഭകേശനെ പോലുള്ള കർഷകരുടെ സഹായത്തോടു കൂടി ഈ നാട്ടിലും വലിയ രീതിയിൽ നമുക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഫാർമേഴ്സ് ക്ലബ്ബിൽ ഏതുതരം പച്ചക്കറിയും അത് എത്ര ചെറിയ അളവിലായാലും കൊണ്ടുവന്ന് വിൽക്കാനുള്ള സംവിധാനവും അതിന് കൃത്യമായ വില ലഭിക്കേണ്ട അവസ്ഥയും സംജാതമാക്കി. 10-20 ലക്ഷം രൂപ വിറ്റുവരവുള്ള ഒരു വലിയ വിപണന കേന്ദ്രമായിട്ട് നമുക്കിതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല നാട്ടിലെ 2 വനിതകൾക്ക് സ്ഥിരമായി തൊഴിൽ നൽകാൻ ഗ്രന്ഥശാലയുടെ ഈ സ്റ്റാളിന് കഴിഞ്ഞിട്ടുണ്ട്. അനുബന്ധമായി നമ്മുടെ നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകർ ഈ സാധനം കൃത്യമായി വിറ്റ് പോകാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞു. ഉണ്ടാക്കുന്ന ഒരു 100 ഗ്രാം പച്ചമുളകാണെങ്കിൽ പോലും അല്ലെങ്കിൽ കാന്താരി ആണെങ്കിൽ പോലും ഈ വിപണന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മാർക്കറ്റിംഗ് സംവിധാനവും സ്ഥിരമായി 2 പേർക്ക് തൊഴിൽ നൽകാനും ഒക്കെ കഴിഞ്ഞ ഒരു സംരംഭമാണ് ഗ്രന്ഥശാലയുടെ ഈ വിപണന കേന്ദ്രം. കുട്ടികളുടെ സർഗവാസനയും വായനാശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 20 വർഷമായി അക്ഷരക്കൂട്ടം ബാലവേദി സജീവമാണ്. 2003 വർഷത്തിൽ തുടങ്ങിയ ഈ കളിയരങ്ങ് കൂട്ടായ്മ
ഇന്ന് 250 കുട്ടികളോടൊപ്പം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പൂർണ്ണമായും കുട്ടികളുടെ ഭൗതിക നിലവാരവും കലാകായിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു കുട്ടികളുടെ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അക്ഷരമുറ്റം, മഞ്ചാടിക്കൂട്ടം, കളിയരങ്ങ്, ചിരിക്കൂട്ടം എന്നിങ്ങനെ ഓരോ അയൽക്കൂട്ടത്തിലും 30 മുതൽ 50 വരെ കുട്ടികൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് വളരുന്നു. ആഴ്ചയിലെ ഞായറാഴ്ച ദിവസങ്ങളാണ് നമ്മൾ ബാലസഭ കൂടുന്നത്. രാവിലെ 10 മണി മുതൽ 2 മണിക്കൂറോളം നമ്മൾ അക്ഷരക്കൂട്ടം ബാലസഭ കൂടുന്നു. വൈജ്ഞാനികവും കലാകായിക മത്സരങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് ദിവസവും വരുന്ന പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും ആഴ്ചയിൽ കൊടുക്കുന്ന ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലും കുട്ടികളുടെ മികവ് അവരിൽ തന്നെ ഉളവാക്കുന്ന തരത്തിൽ അവരിൽ തന്നെ അവരുടെ നിലവാരം എത്രത്തോളം ഉണ്ടാക്കുന്നു എന്ന തരത്തിലാണ് ഞങ്ങളുടെ ഈ ഒരു പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2015 മുതൽ എല്ലാ ഞായറാഴ്ചയും ഓരോ അംഗങ്ങളുടെ വീടുകളിൽ യോഗം ചേരുകയും പുസ്തക വിതരണം നടത്തുകയും ചെയ്യുന്നു. ഗ്രന്ഥശാല പ്രവർത്തകർ എത്തിക്കുന്ന പുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതും രജിസ്റ്റർ എഴുതുന്നതും കുട്ടികളാണ്. ദിശാബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കാവുങ്കൽ ഗ്രന്ഥശാല മുന്നിൽ നടക്കുന്നു. ഫിലിം ക്ലബ്ബ് പ്രവർത്തിക്കുന്ന എല്ലാ ഞായറാഴ്ചയും ഫിലിം ക്ലബ്ബിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. അതിൽ മലയാളത്തിലെ പ്രഗത്ഭരായ സംവിധായകർ, സിനിമ നടന്മാരുടെ അനുസ്മരണ ചലച്ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. അത് എല്ലാ ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കാണ്. ഗ്രന്ഥശാലയുടെ കീഴിലുള്ള ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏതാണ്ട് 50 വർഷമായി ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നു. കാവുങ്കൽ പ്രദേശത്ത് ഏകദേശം 50 വർഷക്കാലമായിട്ട് പഴക്കമുള്ള ഒരു ക്ലബ്ബാണ് ഗ്രാമീണയ്ക്ക്. ഇവിടെ ഗ്രാമീണയിൽ 50 വർഷമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പൂഴിയിട്ടൊരു ഗ്രൗണ്ടിൽ കളിക്കുക, പൂഴിയിട്ട് ബൂട്ടിട്ട് കളിച്ച് അതിലൂടെ താരങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാവുങ്കൽ ദേവസ്വവുമായി സഹകരിച്ചുകൊണ്ട്, ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ, ഗ്രൗണ്ട് മുഴുവൻ ദേവസ്വത്തിൻ്റെയാണ്, ദേവസ്വത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഗ്രൗണ്ടാണ് ഇത്. നമുക്ക് ദേവസ്വത്തിൻ്റെ അനുമതിയോടുകൂടി സഹകരണത്തോടു കൂടിയാണ് നമ്മൾ 2018 ഈ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഈ വർഷമാണ് 2025 നമ്മളൊരു ടൂർണമെൻറ്റ് ഇവിടെ നടത്തിയത്. വെറുതെ കളിച്ചാൽ പോരാ, കളി പഠിച്ചു കളിക്കണമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്പോർട്സ് ക്ലബ്ബ് KGFA ആയി, അതായത് കാവുങ്കൽ ഗ്രാമീണ ഫുട്ബോൾ അക്കാദമി. 1975 കാലഘട്ടത്തിലാണ് ഗ്രാമീണ തുടങ്ങിയത്. അന്നുണ്ടായിരുന്ന വിക്ടറി, പ്രഭാത് 2 ക്ലബ്ബുകൾ ചേർന്നിട്ടാണ് ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് രൂപീകരിച്ചത്. തുടർന്ന് 1977 മുതൽ തുടർച്ചയായിട്ട് ഫുട്ബോൾ മത്സരങ്ങൾ നമ്മൾ മണൽ ഗ്രൗണ്ടിൽ, തൊട്ടപ്പുറത്ത് കാണുന്ന ബീച്ച് ഗ്രൗണ്ടിൽ നടത്തി വരികയായിരുന്നു. 40ഓളം കൊല്ലം കളിച്ചിട്ടും നമുക്ക് വലിയ നിലയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് നാട്ടുകാർ ആലോചിക്കുകയും ദേവസ്വത്തിൻ്റെ സഹകരണത്തോടു കൂടി ഇവിടെ 2018 പ്രളയകാലത്ത് ആ വർഷം ടൂർണമെൻറ്റ് അല്പം വൈകിയാണ്. തുടർന്ന് 2019 മുതൽ ഈ കാവുങ്കൽ ഗ്രാമീണ ഫുട്ബോൾ അക്കാദമി KGFA നടന്നു വരികയാണ്. ഇതിനകം തന്നെ നിരവധി താരങ്ങളെ സംസ്ഥാന തലത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലും എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വനിതകൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്. ഏകദേശം 120ഓളം കുട്ടികൾ ഒരു വർഷം പരിശീലിച്ച് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 6 കുട്ടികൾ നമുക്ക് ജില്ലാ തലത്തിലും സംസ്ഥാന ബീച്ച് ഫുട്ബോൾ ക്യാപ്റ്റൻ ഉൾപ്പെടെ ലെൻ മിത്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാന തലത്തിലെത്തിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഏതാണ്ട് 5ഓളം AFF D ലൈസൻസ് പരിശീലകരാണ് ഇവിടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. പുറത്തുള്ള കളിയായ ഫുട്ബോൾ മാത്രമല്ല, അകത്തെ കരികളിൽ കളം നിറഞ്ഞു കളിക്കാൻ ഒരു ചെസ് അക്കാദമിയും. വിവിധ ടൂർണമെൻറ്റുകളിൽ നമ്മൾ എൻ്റെ മക്കളെ ടൗണുകളിലൊക്കെ പങ്കെടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും, അപ്പോൾ അവിടെ പരിശീലനത്തിന് ടൗണുകളിൽ തന്നെ പോയി എൻ്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അതായത് എൻ്റെ 2 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ടൗണുകളിലേക്ക് ചെല്ലണമെന്നുള്ളൊരു നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സാറുമായിട്ട് ബന്ധപ്പെട്ട്, അജീഷ് സാർ, അദ്ദേഹം വളരെ പ്രശസ്തനായൊരു ചെസ്സ് പരിശീലകനാണ്, ഇൻ്റർനാഷണൽ ഫിഡെ ആർബിറ്ററൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹം വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇവിടെ ഒരു സജ്ജീകരണം ഒരുക്കിത്തരാം, അദ്ദേഹം വന്ന് ക്ലാസ് എടുത്തോളാം എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 തുടങ്ങി 9:30 വരെ ചെസ്സ് ക്ലാസ് ഇവിടെ നടത്തപ്പെടുന്നു. പിന്നെ ഒത്തിരി ടൂർണമെൻറ്റുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും വിവിധ സമ്മാനങ്ങളൊക്കെ നേടി തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ അധികം ഭംഗിയായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ ഈ അക്കാഡമിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ
ഇവിടെ 1-ാം ക്ലാസ് തുടങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർക്ക് ടൂർണമെൻറ്റുകളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അവർക്ക് സമ്മാനങ്ങൾ നേടിത്തരുന്ന ഒരു രീതി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് കുട്ടികളിൽ സംഗീതത്തിൻ്റെ താളം പകർന്നു നൽകിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? കാവുങ്കൽ ഗ്രന്ഥശാലയ്ക്ക് അതറിയാമായിരുന്നു. കേദാരം സംഗീത വിദ്യാലയം 20 വർഷത്തോളമായി ഗ്രന്ഥശാലയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു. തീരുന്നില്ല കാവുങ്കൽ വായനശാല നടത്തുന്ന സാമൂഹിക ഇടപെടലുകൾ. കൗമാരക്കാർക്ക് ദിശാബോധം നൽകാൻ ജാലകം, ബോധവൽക്കരണ ക്ലാസുകൾ, നാടക ക്യാമ്പുകൾ, അവധിക്കാല കലാപരിശീലന കളരി, കൗമാരക്കാർക്കും കുട്ടികൾക്കും നിരവധി വേദികൾ. UPSC, KAS, സിവിൽ സർവീസ് പ്രിലിമിനറി, മറ്റ് സാങ്കേതിക പരീക്ഷകൾക്ക് ഗ്രാമീണ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായുള്ള ഏറ്റവും മികച്ച സ്മാർട്ട് റൂം, ക്ലാസ് റൂം എന്നിവയിലേക്കുള്ള ചുവടുവയ്പ്പിലാണ് ഇപ്പോൾ ഈ ഗ്രാമീണ ഗ്രന്ഥശാല. അടുത്തത് PSC എന്ന് പറയുന്ന തലം വിട്ടിട്ട് UPSC സ്റ്റാഫ് സെലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ അടുത്ത ഭാവിയിലേക്ക് സിവിൽ സർവീസിൽ നിന്നും കാവുങ്കലിൽ നിന്ന് ഒരാൾ അത് ഗ്രന്ഥശാലയിലൂടെ തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഇൻ്റലക്റ്റ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു സംവിധാനമായിട്ട് നമ്മുടെ ഗ്രന്ഥശാല മുന്നിട്ടിറങ്ങിയത്. ഏകദേശം 60 വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ ഒരു ഗ്രന്ഥശാല കെട്ടിടമുണ്ടായിരുന്നു. അത് നമ്മൾ ജീർണ അവസ്ഥയിലായി. അപ്പോൾ അത് ഫണ്ടുകൾ വേറെ ലഭ്യമാകാത്തൊരു സാഹചര്യം വന്നു. കാര്യം കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമുക്ക് ഗവൺമെൻറ് ഫണ്ടുകളൊന്നും ലഭ്യമാകാത്തൊരു സാഹചര്യം വന്നപ്പോൾ ജനകീയമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് ഇറങ്ങി. അതിന് 25 വർഷക്കാലത്തിലേറെ നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റായിരുന്ന ഭാസ്കര കൈമൾ സാർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നമ്മളെ സഹായ വാഗ്ദാനമായിട്ട് മുന്നോട്ട് വന്നു. ഏകദേശം 8 ലക്ഷം രൂപയോളം, 7 ലക്ഷം രൂപ ക്യാഷായിട്ടും അതേപോലെ തന്നെ പ്രൊജക്ടറും കാര്യങ്ങളുമായിട്ട് 8 ലക്ഷം രൂപയോളം അവരുടെ സഹായം ഉണ്ടായി. ബാക്കി തുക നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇറങ്ങി അവർ എല്ലാവരും സഹായിച്ചു. പ്രൊജക്ടർ സംവിധാനം ഉൾപ്പെടെയുള്ള ഒരു സ്മാർട്ട് ക്ലാസ് റൂമാണ് അവിടെ നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ ഉടനെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് വായനശാലയുടെ പ്രവർത്തനങ്ങൾ മാറ്റാൻ ഡിജിറ്റൽ ലൈബ്രറി ഒരുക്കി കൂടുതൽ യുവാക്കളെ ആകർഷിക്കാനുള്ള തയ്യാറെടുപ്പും ഇവിടെ നടക്കുന്നു. തുറന്ന ചിന്തകൾ പ്രസരിപ്പിക്കാനായി ഓപ്പൺ ഓഡിറ്റോറിയവും ഇവരുടെ സ്വപ്നമാണ്. കാവുങ്കൽ ഗ്രന്ഥശാല ഗ്രാമത്തിൻ്റെ ഒരു കാവലാളാണ്. അതെ, കാവുങ്കൽ ഗ്രാമവാസികൾക്ക് അഭിമാനത്തോടെ പറയാൻ ഒന്നുണ്ട്: അവരുടെ സ്വന്തം ഗ്രന്ഥശാല. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും വ്യത്യസ്തമാർന്ന വിശേഷങ്ങളും കൂടുതൽ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.